ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സഭയിലുള്ള കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ വൈദിക ശ്രേഷ്ഠരെ, അതുപോലെ തന്നെ ഇന്നേ ദിവസം ദൈവവചനം ശ്രവിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരെ, ഒരിക്കൽ കൂടി ദൈവമായ കർത്താവ് നാം ഏവർക്കും നല്ലൊരു ദിവസം തന്നെ നമ്മളെ അനുഗ്രഹിച്ചു. ഈ ദിവസത്തിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം, സ്തുതിക്കാം, അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, ഇന്ന് നല്ല മഴ പെയ്യുന്ന നല്ല അനുഗ്രഹപ്രദമായ ഒരു ദിവസമാണ്. അതിൻ്റെ ഒരു ശബ്ദമാണ് നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ഈ കേൾക്കുന്നതൊക്കെ. എങ്കിലും സാഹചര്യം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അതൊന്നുമല്ല നമുക്ക് പ്രധാനം. വചനം പ്രഘോഷിക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ തിരുവചന ഭാഗം മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനമാണ്. ദൈവവചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്: എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ഹല്ലേലൂയ. പ്രിയമുള്ള ഈ വചനം ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ്: എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. ഹല്ലേലൂയ. ആരുടെ നാമമാണ്? യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന ഏതൊരു മകനാണോ മകളാണോ നീ എങ്കിൽ, യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ എങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും, തീർച്ച. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്: എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ കുടികൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ 4:12 പറയും: ആകാശത്തിൻ്റെ കീഴെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമമില്ല, അത് യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുണ്ട്. എല്ലാം യേശുവിൻ്റെ നാമത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുകയാണ്: അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കാണാൻ പറ്റും സങ്കീർത്തനങ്ങൾ 107:20 പറയും: അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ആ വചനത്തിന് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. തളർന്ന അസ്ഥികൾക്ക് ബലം പ്രാപിക്കാനുള്ള കൃപയുണ്ട്, കരുത്തുണ്ട്. എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെയുള്ള തിരുവചനം കാണാൻ പറ്റും. തകർന്ന അവസ്ഥയായിക്കോട്ടെ, ഏത് ഞരമ്പിൻ്റെ ബലക്ഷയമുള്ള അവസ്ഥയായിക്കോട്ടെ, ആ അസ്ഥികൾക്കൊക്കെ ജീവൻ തരാനുള്ള കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുകയാണ്: തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. എന്താണ് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയുടെ പ്രത്യേകത? തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന് പറയുന്നത് അത് അതിൻ്റെ അമ്മയുടെ പാല് കുടിച്ച് വയറ് നിറച്ച് തൃപ്തിയായി ആനന്ദത്താൽ തുള്ളിച്ചാടുന്ന പശുക്കുട്ടി എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയാണ്. ഹല്ലേലൂയ. അതുപോലെ തൊഴുത്തിൽ നിന്ന് വരുന്ന ഒരു പശുക്കുട്ടി ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലായിരിക്കും ദൈവവചനത്തിൽ അധിഷ്ഠിതമായി, ദൈവകൽപ്പനയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഓരോ വ്യക്തിയും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം എല്ലാ വ്യക്തികളും ഏറ്റെടുക്കട്ടെ. സർവശക്തനായ ദൈവം നാം ഇവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.